ചെങ്കടലിൽ ചരക്ക് കപ്പലിന് നേരെ ഹൂതി മിസൈൽ ആക്രമണം. പ്രധാന ജലപാതയിൽ പെട്രോളിംഗ് നടത്തുന്നതിന് അമേരിക്ക അന്താരാഷ്ട്ര സഖ്യം ആരംഭിച്ചതിനു ശേഷമുള്ള ഹൂതികളുടെ ആദ്യത്തെ വിജയകരമായ ആക്രമണമാണിത്. ചെങ്കടലിൽ സഞ്ചരിക്കുന്നതിനിടെ മേഴ്സ്ക് ഹാങ്ഷും കണ്ടെയ്നർ കപ്പലിൽ മിസൈൽ പതിച്ചതായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിച്ചു. USS ലെബ്യൂണിനൊപ്പം അമേരിക്കൻ യുദ്ധക്കപ്പലായ US ഗ്രേവലി 2 ബാലിസ്റ്റിക് മിസൈലുകൾ വെടിവെച്ചിട്ടതായും സൈന്യം പറയുന്നു. പ്രതികരിക്കുന്നതിനിടെ യമനിലെ ഹൂതി നിയന്ത്രിത പ്രദേശങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട 2 കപ്പൽ വിരുദ്ധ ബാലിസ്റ്റിക് മിസൈലുകളും US നേവി ഡിസ്ട്രോയർ കേവലി വെടിവെച്ച് വീഴ്ത്തി. 10 ദിവസം മുമ്പാണ് അമേരിക്ക സമുദ്ര സുരക്ഷയ്ക്കായി പെട്രോളിംഗ് നടത്തുന്നതിന് 10 രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിച്ചത്. ഹൂതി ആക്രമണത്തെ തുടർന്ന് ചരക്ക് കപ്പലുകളുടെ യാത്ര താൽക്കാലികമായി നിർത്തിവച്ചിരുന്ന അന്താരാഷ്ട്ര കമ്പനികൾ ചരക്ക് നീക്കം പുനരാരംഭിച്ചിരുന്നു. ചെങ്കടലിൽ പെട്രോളിംഗ് ആരംഭിച്ചതിനു ശേഷം ആദ്യമായാണ് ഹൂതികൾ കണ്ടെയ്നർ കപ്പലിന് നേരെ ആക്രമണം നടത്തുന്നത്. ചെങ്കടലിനെ ഇന്ത്യയുമായി ബന്ധിപ്പിക്കുന്ന സുപ്രധാനമായ ബാബുൽ മന്ദബ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെടുത്തുന്നതിനാണ് ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമന്റെ ഭാഗത്തുനിന്ന് മിസൈലുകൾ തൊടുത്തതെന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു. വ്യാപാര കപ്പലുകൾക്ക് നേരെ ഹൂതികൾ ഇതിനകം 2 ഡസനോളം ആക്രമണങ്ങൾ നടത്തി. ഇസ്രയേലിലേക്ക് പോകുന്നതോ ഇസ്രയേൽ ബന്ധമുള്ളതോ ആയ കപ്പലുകൾ ആക്രമിക്കുമെന്ന് ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേൽ ഗാസയിൽ തുടർന്ന നരഹത്യയിൽ പ്രതിഷേധിച്ചാണ് ഹൂതികളുടെ ആക്രമണം. യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഇറാൻ അനുകൂല ഹൂതികൾ ചെങ്കടലിൽ തെക്കേ അറ്റത്തുള്ള ബാബ് അൽ മന്ദേബ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിലൂടെ ആഴ്ചകളോളം ലോക വ്യാപാരത്തെ തടസ്സപ്പെടുത്തി. ഗാസയിലെ ഇസ്രയേലിന്റെ യുദ്ധത്തോടുള്ള പ്രതികരണമാണ് അവർ പറയുന്നത്. നവംബർ 19 ശേഷം അന്താരാഷ്ട്ര ഷിപ്പിംഗിൽ ഹൂതികൾ നടത്തുന്ന 23ാമത്തെ ആക്രമണമാണിതെന്ന് സെൻകോം അറിയിച്ചു. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറുണ്ടാക്കിയതിനായി ഈജിപ്ഷ്യൻ പ്രതിനിധി സംഘം കഴിഞ്ഞയാഴ്ച ടെല്ലവീവ് സന്ദർശിച്ചിരുന്നു. കാര്യങ്ങൾ ഇപ്പോഴും സങ്കീർണമാണെന്ന് ഖത്തർ ഉടമസ്ഥതയിലുള്ള അൽ അറബി അൽ ജാദിനോട് ഒരു ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥനും പറഞ്ഞു. ഗ്രൗണ്ട് ഓപ്പറേഷനെ തുടർന്ന് ഗാസ മുനമ്പിൽ സൈന്യം പ്രവേശിച്ച പ്രദേശങ്ങളിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങാനുള്ള ഇസ്രയേലിന്റെ സന്നദ്ധത ക്രെയ്റ്റോ അന്വേഷിക്കുകയാണെന്നും റിപ്പോർട്ടുണ്ട്. തടവുകാരെ കൈമാറ്റ കരാറിനും വെടിനിർത്തലിനും വേണ്ടി പലസ്തീൻ വിഭാഗങ്ങൾ തമ്മിലുള്ള ആഭ്യന്തര കൂടിയാലോചനകൾ ഇപ്പോഴും തുടരുകയാണ്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാർ ഉണ്ടാക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച ഒരു ഈജിപ്ഷ്യൻ പ്രതിനിധി സംഘം ടെല്ലവീവ് സന്ദർശിച്ചതായി റിപ്പോർട്ടുണ്ടായിരുന്നു. അതേസമയം സൗദി അറേബ്യയിലെ കിങ് അബ്ദുള്ള തുറമുഖത്ത് നിന്നും പാകിസ്ഥാനിലെ കറാച്ചിയിലേക്ക് പോകുകയായിരുന്ന കപ്പലിന് നേരെ ഹൂതികൾ ആക്രമണം നടത്തിയിരുന്നു. 3 മുന്നറിയിപ്പ് കോളുകൾ നിരസിച്ചതിന് പിന്നാലെയാണ് കപ്പലിന് നേരെ മിസൈലുകൾ വിക്ഷേപിച്ചതെന്ന് ഹൂതി സൈനിക വക്താവായ യഹ്യ സരിയ പറഞ്ഞു. കപ്പൽ സുരക്ഷിതമായി യാത്ര തുടരുകയാണെന്നും അമേരിക്ക രൂപീകരിച്ച നാവിക സഖ്യവുമായി അവർ നിരന്തരം ആശയവിനിമയം നടത്തുന്നുണ്ടെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. അതേസമയം അമേരിക്കയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലെബനനിലെ ഹമാസ് പ്രതിനിധിയും രംഗത്തെത്തിയിരുന്നു. ഗാസയിലെ കുട്ടികളുടെ രക്തത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ കൈകൾ നനഞ്ഞിരിക്കുകയാണെന്നും ഹമാസ് പ്രതിനിധി ഒസാമ ഹംദാനും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.